വചനമൊഴി ആഗസ്റ്റ് 3. വചനഭാഗം 2 കോരിന്തോസ് 1:3-7, മത്തായിയുടെ സുവിശേഷം 9:35-10:1. ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും സിനഗോഗുകളിൽ പഠിപ്പിച്ചും രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ആളുകളെ സുഖപ്പെടുത്തിക്കൊണ്ടും ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചിരുന്നു. അവിടുത്തേക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയിരുന്നു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പരിഭ്രാന്തരും നിസ്സഹായരുമായ ആളുകളോട് അനുകമ്പ തോന്നുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് ശിഷ്യന്മാരെ വിളിച്ച് നിയോഗിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന മനോഭാവമാണ് സുവിശേഷം പങ്കുവെക്കുന്നത്. പരിഭ്രാന്തരായവരോടും നിസ്സഹായരായവരോടും അനുകമ്പയുള്ളവരാകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ചെയ്യുക. അതിനുവേണ്ടിയാണ് ശ്ലീഹന്മാരെ വിളിച്ച് ഈശോ അയക്കുന്നത്. കാരുണ്യത്തിന്റെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ എന്നാണ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഇന്ന് ലേഖനത്തിലൂടെ പറയുന്നത്. നിസ്സഹായരോടും പരിഭ്രാന്തരോടും കാരുണ്യം കാണിക്കുമ്പോൾ ദൈവീകമായ ശുശ്രൂഷയിലാണ് നാം പങ്കാളികളാകുന്നത്. അപ്രകാരം നല്ലിടയനായി വർത്തിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മയാചരിക്കുന്ന ദിവസമാണ് ഇന്ന്. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയുടെ ജീവിത വിശുദ്ധിയും ശുശ്രൂഷ സമർപ്പണവുമുള്ള ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിനു വേണ്ടിയും പ്രേക്ഷിത വേലയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.